അതിനെന്താ ഉത്തമ? പെറ്റമ്മയെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയല്ലേ, അവർക്കൊരു സഹായത്തിനല്ലേ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ ആവുമ്പോ ഇവിടെ കാര്യത്തില് എനിക്ക് ആദ്യം പേടിയും കുറവല്ലോ. പക്ഷേ അമ്മ ഇവിടെ ഒറ്റയ്ക്ക്. ഓ പിന്നെ അമ്മ ഇവിടെ 17 തികഞ്ഞു നിൽക്കല്ലേ, ആരെങ്കിലും പിടിച്ചോണ്ട് പോയി. നോക്കണേ പെണ്ണിന്റെ ഒരു ആവേശം, ഇവിടുന്ന് ചാടി ഇറങ്ങാനേ. എനിക്ക് വലിയ ഇഷ്ടാ അമ്മേ. ഇവിടെ അമ്മയ്ക്ക് ആരോഗ്യ കുറവൊന്നുമില്ലല്ലോ, ആരെയും പേടിയില്ല. പിന്നിപ്പെന്താ? മതി മതി നിർത്തറി. അവനവന്റെ കാര്യം സാധിക്കാൻ വേണ്ടി 1000 ന്യായങ്ങളെ. തനി പെണ്ണ് തന്നെ. തോന്നുമ്പോ ഇങ്ങോട്ട് ഓടി വന്ന ആ അമ്മയ്ക്ക് മെനക്കേടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോ എനിക്കെന്റെ തള്ളയെ കാണാൻ തോന്നിയല്ലോ. ഒക്കെ ഇവനൊരു ചരട് കെട്ടുന്നിടം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാ കഴിഞ്ഞു തള്ളയും മോളും ഒക്കെ. അങ്ങനൊന്നുമില്ല എന്റെ മാധവിക്കുട്ടിയെ. മാധവിക്കുട്ടി വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോവാനാ? ദാ അവിടെ നോക്കിയാ കാണടുത്ത്. ആ എന്നാ പുറപ്പെട്ടോ. എങ്ങോട്ടാവോ യാത്ര? അശോക, എസ് ഐ സാറിന്റെ അമ്മയ്ക്ക് വാദത്തിന്റെ അസുഖം. മോളെന്താ തള്ള കഷായോ വാദത്തിന് കൊടുത്തയക്കാൻ? എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും കൊല വിളിച്ചും മേല് വേദനിപ്പിച്ചും ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ എരപ്പ എസ് ഐയുടെ വീട്ടിലേക്ക് തന്നെ വേണം മോളെ വേലയ്ക്ക് പറഞ്ഞയക്കാൻ, അല്ലേ? അല്ല, ഗൗരി ഒരു വീട്ടുവേലക്കാരിയായിട്ടല്ല. തെണ്ടി, എന്റെ വീട്ടുമുറ്റത്ത് വന്ന് എന്റെ കുടുംബകാര്യങ്ങള് എന്നോട് ചിലക്കാൻ നീ ആടാ. ഇറങ്ങണം. ഈ മുറ്റത്തിന് ചവിട്ടിയാ നിന്റെ കാല് ഞാൻ വെട്ടും. ഓടാ, നിന്റെ പെറ്റ തള്ളയും പെങ്ങളും ഉണ്ട് നമ്മുടെ മുമ്പില്. ഇല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് തന്നെ നീ മുഴുവൻ പറഞ്ഞു തീരില്ല. ഇത് നിന്റെ മുറ്റം, ഈ വളപ്പിനപ്പുറത്തോ. വരുന്നോടാ ഉത്തമന്റെ കാല് വെട്ടാൻ. വരുന്നോടാ പുല്ലേ. ഗൗരി വാ. കേറി പൊടിയാത്ത്. അത് അവള് തീരുമാനിച്ചോളും. എടീ ഒരുമിട്ടവളെ, ഇറങ്ങി പിന്നെ നീ അത് തിരിച്ചു തരില്ല. കേറി പോടി. അങ്ങാടി തോറ്റതിന് അമ്മയോടല്ല ആണുങ്ങളോടാ. എന്നോടുള്ള വിരോധം തീർക്കാനാണെങ്കിൽ വിളിച്ചു നിന്നെ ഞാൻ. വാ, അത് നമുക്ക് അവിടെ വെച്ച് ഇപ്പൊ തന്നെ തീർക്കാം. 10-25 കൊല്ലായിടാ പോലീസുകാരോട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ പെണ്ണിനെ തൊട്ടാണ്ടല്ലോ വീട്ടിച്ച് നിന്റെ പരിപ്പും പുണ്ണാക്കി ഞളക്കും. വടി. എസ് ഐ ഇവിടെ ഇല്ല, എസ് പിയുടെ ഓഫീസിലേക്ക് പോയിരിക്കാണ്. ആ, ഇത് നെല്ല് കുത്തിയ പൊടിയേരി രാവിലെ കഞ്ഞിക്കുള്ളത്. അപ്പൊ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞാ? ഇവിടെ കഴിഞ്ഞിട്ടില്ല. കടുമാങ്ങ. കടുമാങ്ങ വളരെ നല്ലതാണ്. പിന്നെന്താ ഉള്ളത്? ഇത് നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ എനിക്ക് ഇഷ്ടാണെന്നേ. ഇത് ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടത് എന്താണാവോ? ഇവിടെ 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 സാധാരണ എന്താ ഉപ്പിലിടുക? എന്തു വേണമെങ്കിലും ഉപ്പിലിടാം. എനിക്കറിയില്ല ആരെയാണ്. ഇതും നെല്ല് കുത്തിയ അരി. താൻ കുറേണ്ട് നെല്ല് കുത്തണം. നെല്ലല്ലാതെ അമ്പഴങ്ങ കുത്തി അരി ഉണ്ടാവും. ഇവനാരാ? അവൻ ആരാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ആരാ? ഞാൻ കുഞ്ഞിരാമ മേനോൻ. അയ്യ എന്തിനിത് കണ്ടാർജിയുടെ കുഞ്ഞിരാമനാണ്. ഇവിടുത്തെ എസ് ഐ ജയരാജിന്റെ അമ്മാവൻ കുഞ്ഞിരാമ മേനോൻ. ഒരു ഒറ്റ അടി വെച്ചെന്നാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് കുഞ്ഞിരാമൻ ചേട്ടനാണെന്ന്. ചായ കുടിക്കണോ സാറേ? ചായ വേണ്ട, പിരിയും. ചായ പിരിയില്ല. ചായ അല്ലടോ, ചായ അകത്ത് എന്നാൽ രണ്ടും കൂടി പിരിയും. മറ്റവൻ അപ്പോ ആ പുറത്ത് നിക്കണ കുട്ടി ആരാണാവോ? അതെന്റെ മോളാ. ഇത് കേസ് മറ്റേത് തന്നെ. എന്താ പരാതി എന്ന് വെച്ചാലേ അവിടെ ഒരു കംപ്ലൈന്റ് ബുക്ക് ഉണ്ട്, എഴുതി വെച്ചിട്ട് പോ. എസ് ഐ സ്ഥലത്തില്ല, വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പണി ഉണ്ടാക്കി വെക്കരുത്. എക്സ്ക്യൂസ് മീ, താൻ ഇവിടുത്തെ ആളാണോ? ഈ കാക്കി ട്രൗസറും ജീപ്പും കൂടി കണ്ടിട്ടേ എനിക്കെന്താ മുനിസിപ്പാലിറ്റിയിൽ തോട്ടിപ്പണിയാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ജയരാജ് സ്ഥലത്തില്ലേ? എന്തോ ജയരാജെന്ന് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുക്കാൻ നേരത്തെ നിന്റെ മടിയിലിട്ട് കൊഞ്ചിച്ച പേരാണല്ലോ എസ് ഐനെ കേറി ജയരാജെന്ന് വിളിച്ചോ. ആരാണെന്ന് നിനക്കറിയോ? ആരല്ല എനിക്കെന്ത് അല്ല, നീ അറിയണം. ഞാൻ കുഞ്ഞിരാമ മേനോൻ, എസ് ഐ ജയന്റെ അമ്മാവൻ, പത്മിനിയുടെ ജ്യേഷ്ഠൻ. ഇല്ല, ചുരുക്കേ പറയുന്നുള്ളൂ. ചുരുക്കി പറയണ്ട. ഇത് ജയരാജ് സാറിന്റെ അമ്മാവൻ, ഇത് ജയരാജ് സാറിന്റെ മുറപ്പെണ്ണ്. ജയരാജ് സാർ കല്യാണം കഴിക്കാൻ നമ്മുടെ പെൺകുട്ടി. സാധനങ്ങൾ എടുത്ത് കാറിൽ വെക്കടാ. വേണ്ട, എന്റെ കാലെ പിടിക്കണ്ട. കാല് പിടിക്കാനല്ല, ഭരണി എടുത്തു വെക്കാനാ. ഓ, ശുദ്ധനാ. ഇവന്റെ പേരാ? പേരുത്തമൻ. അപ്പൊ ശുദ്ധൻ എന്ന് പറഞ്ഞ ദൈവമേ, നിഗര പരീക്ഷിക്കല്ലേ. സോറി. എടുത്തു വെക്കാൻ സാധനങ്ങൾ വെക്കണം. ആഹാ, ഏട്ടനും ദേവിക്ക് ഇപ്പോഴേ വിസ കിട്ടിയുള്ളൂ ഇങ്ങോട്ടൊക്കെ പുറപ്പെടാൻ.
പിടിക്ക്. വേഗം പിടിക്കടി. ഓ അതെ, രണ്ടുപേരും വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? രണ്ടും ഞാൻ കരുതിയിട്ടുണ്ട്. ഏട്ടൻ എന്തും കഴിക്കും. ഏട്ടൻ എന്തും കഴിക്കും. ഓക്കെ. അയ്യോ. ഈ കുട്ടി രക്തബന്ധത്തിലുള്ളവർക്കല്ലേ തിരിഞ്ഞു നോക്കാൻ നേരം ഇല്ലാത്തത്. പകരം ഗുരുവായൂരപ്പൻ കൊണ്ട് തന്നതാ. ഓ പെട്ടി സാധനങ്ങളൊക്കെ ഇവരുണ്ട്. ആ ഉത്തമേട്ടാ, ഓ. ആരാ അത്? ആ ലൗഡ് സ്പീക്കർ സാറിന്റെ അമ്മാവൻ, മറ്റേത് ലൗഡ് സ്പീക്കറിന്റെ മകള്. സാറ് കെട്ടാൻ പോണ പെണ്ണ്. വാ. ഇതൊരു കാട്ടുമുക്കാ മോളെ. ആ, പത്മിനി ജയനോട് എങ്ങനെയുണ്ട്? അവനായിട്ട് കുഴപ്പത്തിനൊന്നും പോവില്ല ഏട്ടാ. ആരെങ്കിലും കുഴപ്പത്തിന് വന്നാ വിട്ടു കൊടുക്കുകയില്ല. അപ്പൊ അച്ഛന്റെ മോൻ തന്നെ. എല്ലാരും കൂടി പറഞ്ഞു മൂപ്പര് കൊമ്പത്ത് കയറ്റി. അമ്മാവനിങ്ങ എത്തിയോ? നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു അമ്മാവന്റെ കൂടെ ഏതൊരു മുടി വളർത്തിയ ചെക്കനെന്ന്. എന്തു പറ്റി രണ്ടുപേരും കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ? പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഓ, പോലീസുകാർ അക്ഷരവിരോധികളാണല്ലോ അല്ലേ? എടീ വെള്ളപ്പാറ്റെ, നീ പോലീസുകാരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഈ നാട്ടിലെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് മനുഷ്യന്മാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാ. ഇതൊന്നും പോലീസുകാർക്ക് അറിയില്ലെന്നുണ്ടോ? ഈ പറഞ്ഞതൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയർസുകൾക്കും ബാധകമാണടി. ഓ, കണ്ടതും തുടങ്ങി രണ്ടും കൂടി. അതെ, ഇവന്റെ ഒരു വിവരമില്ലാത്തോണ്ട് ഇവളെ. അച്ഛാ, ആരും ഒന്നും പറയണ്ട. എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. ഒന്ന് വരണം. തൊള്ളല്ലടി. ദേ, ഇയാൾ എന്നെ കെട്ടുന്നുണ്ടോ? അങ്ങനെയാണല്ലോ കീഴ്വഴക്കം. ഉറപ്പെണ്ണല്ലേ, വേണമെങ്കിൽ കെട്ടാം അല്ലടാ. പിന്നെ വേണമെങ്കിൽ കെട്ടാവുന്നതാണ്. ഇനി എന്നാണാവോ മൂത്ത് നട്ടല് വരെ നരച്ചിട്ടോ? എനിക്ക് വേണ്ട. എന്നാ പിന്നെ ക്യാൻസൽ ചെയ്യാം. എന്താടാ? അല്ല, പിന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്, പക്ഷെ ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ കാര്യം അറിയാനാ ഞാൻ വന്നത്. എന്നെ കെട്ടാൻ ആളുകൾ ക്യൂവിലുണ്ട്. അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കെങ്ങനെ. നല്ല ചെത്ത് പയ്യന്മാര്, വക്കീലന്മാര്, എഞ്ചിനീയർമാര്, ഡോക്ടർമാര്. അതെ അതെ, ഊളംപാറയിലെ നല്ല ഒന്നാം തരം ഡോക്ടർമാര്. അവരാകുമ്പോ ഇവളുടെ മരുന്ന് മുടങ്ങില്ല. അതാര് വേണം ഞാൻ തീരുമാനിച്ചോളാം. ഓ ഉത്തമ. ഓ എടാ, എന്നെ എന്നും വിളിക്കാറുള്ള പെണ്ണില്ലേ? ഏത് പെണ്ണ്? ഇവൻ ഏത് കണ്ടന്തര ജാനു. ഓടാ അവിടുന്ന്. ജയേട്ടാ, എനിക്ക് ജയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ജയേട്ടൻ കെട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും എന്ന് പറയുന്ന ആ സുന്ദരി പെണ്ണ്, നമുക്ക് അവളെ അങ്ങ് ഉറപ്പിച്ചാലോ? ഉവ്വ്. ഈ തമാശ ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ മോന്ത കണ്ടിട്ട് ആര് വിളിക്കാൻ? ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ ഒരു ഒത്തു കിട്ടല. ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ തറവാട്ട് മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. പോലീസുകാരുടെ വൃത്തികെട്ട ബുദ്ധിയിലെ തലയ്ക്കത്തുണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല, പീഡന കേസിലാ ഒത്തുട്ടോ. എന്താ ഏട്ടാ? ഒന്നുമില്ല. ഇതെന്താ അമ്മ ഇവര് ഇങ്ങനെ? ഞാൻ ആകെ പേടിച്ചു പോയില്ലേ. ഇവിടുന്ന് കീരിയും പാമ്പും പോലെ പോയവരാ, ഇപ്പതാ ചക്കരയും പീരയും പോലെ. അവര് ചെറുപ്പകാലം തൊട്ട് അങ്ങനെയാ. നീ അത് കാര്യാക്കണ്ട. എന്നാലും എനിക്കെന്തോ ഒരു മനസമാധാനം കിട്ടുന്നില്ലമ്മേ. നമുക്ക് ഈ കല്യാണം ഉടനടി അങ്ങ് നടത്തിയാലോ? എന്തിന്, നാളെ തന്നെ അങ്ങോട്ട് നടത്താം. എടീ, സാധനങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ടേ. മൊത്തം എത്ര പേര് കാണും? മൊത്തം ഇപ്പോ സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലൊക്കെ കൂടി വിളിച്ചു വരുമ്പോ പോലീസുകാർ ഒരു 20, 30, 40, 50, പിന്നെ അവരുടെ ഫാമിലിയൊക്കെ കൂടി ഒരു 100 എന്ന് കൂട്ടാം. പിന്നെ ഞാന്, നീയെ, അമ്മ, അമ്മാവനൊക്കെ കൂടി ഒരു 105. പിന്നെ അമ്മയുടെ പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടാവോ? കൂടെ പഠിച്ചവര്, കുട്ടടിക്കാൻ പാത്തിന് പല്ലക്കൊള്ളവരെ. കണ്ണാ, ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് നടത്താൻ പറ്റുമോ? ജോത്സ്യനെ കാണണം, മുഹൂർത്തം കുറിക്കണം, അങ്ങനെ പലതും ഉണ്ട്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാലേ നമുക്ക് ആ ജോത്സ്യനെ ഇപ്പൊ തന്നെ പോയി കാണാം. ഓ, ഇവന്റെ ഒരു കാര്യം. എന്താണ് ഇത്? പ്രായം കൊണ്ട് ഇളയതാണെങ്കിലും ഏട്ടന്റെ ഭാര്യ ഏട്ടത്തെയുമാ നല്ലത് വിളിച്ചൂടല്ലോ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എപ്പോഴാ കല്യാണം? ഞാൻ ഇപ്പൊ റെഡി. ഓ, പക്ഷെ ഞാനും റെഡി. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. തറ മാത്രമേ ആയിട്ടുള്ളൂ. അത് ശരി. സാർ നോക്കി. അമ്മേ, ജോത്സ്യനെ കണ്ടു, മുഹൂർത്തവും കുറിച്ചു. ഇന്നേക്ക് 10-ാം നാൾ കല്യാണം. അതെ, ആദ്യം കല്യാണം വിളിക്കുന്ന അമ്മയാ. വലിയ ആളും ബഹളമൊന്നുമില്ല, ഒരു ചെറിയ പരിപാടി. അത് പോരാ, കേരളത്തിലുള്ള പോലീസുകാരെ മൊത്തത്തിൽ വിളിക്കണം. പന്തല് മുഴുവൻ കാക്കി കൊണ്ടാണ് നിറയണം. പറ്റിയ വൈകുന്നേരം ആവിടെ പോലീസിന്റെ ഗാനമേളയും. ആണോ? എന്നാ പിന്നെ താലിയിട്ട് കഴിയുമ്പോ ഒരു ലാത്തി ചാർജും ആകാശത്തേക്ക് 2 റൗണ്ട് വെടി. അമ്മേ, നിങ്ങളൊക്കെ വന്നു വേണം ഈ കല്യാണം ഒന്ന് ഉഷാറാക്കി തരാം. ഇതിനു മുമ്പ് കല്യാണം കഴിച്ച പരിചയമില്ലാത്ത ആളാണേ. ഇവരുടെ രണ്ടുപേരുടെയും ജാതകം നമുക്ക് ആ ജോത്സ്യന്റെ ഒന്ന് കൊടുക്കണം. ഈ വീട് പണി നമ്മൾ ചടപടാന്ന് അങ്ങോട്ട് തീർക്കുന്നു, എന്നിട്ട് ഈ 2 എണ്ണത്തിനും പിടിച്ചങ്ങോട്ട് കെട്ടിക്കുന്നു. ജാതകമൊക്കെ നേരത്തെ നോക്കിയതാ മോനെ, നല്ല ചർച്ച. ആണോടാ? ഓ,
ജാതകം നോക്കി മനസ്സുകൊണ്ട് കല്യാണം ഉറപ്പിച്ചു. മക്കൾ എത്ര വേണമെന്ന് വരെ തീരുമാനിച്ചു. എത്ര എണ്ണം വേണം? ഒരെണ്ണോ? 10 എണ്ണം സാർ. ആണോടി? നമസ്കാരം. എത്രയായി? അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. അതെന്താടാ? അല്ല, ഈ വക സാധനങ്ങളൊക്കെ മേടിച്ചാൽ ഞങ്ങള് പോലീസുകാര് പൈസയൊക്കെ കൊടുക്കാൻ. ഇത് പോലീസുകാർ വാങ്ങിയതൊന്നുമല്ല, ഞാൻ വാങ്ങിയതാ. എന്താന്ന് വെച്ചാ കൊടുത്തിട്ട് വാ. ഓ, ഇവിടെ കച്ചവടം തുടങ്ങിയ പിന്നെ ഇന്നേ വരെ പോലീസുകാരിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ നിനക്ക്? ഇല്ല. ആ, ഇതാ പിടിച്ചോ, എന്റെ കൈ നല്ല വർക്കത്താ. നമസ്കാരം. സുഖം തന്നെയല്ലേ? ആ, അങ്ങനെ പോണു. അങ്ങനെ വല്ലാതെ ദൂരം പോവില്ലല്ലോ അമ്മയും മോനും? ഒന്ന് നിന്നേ, പോകാൻ ധൃതി വെക്കാതെ കാര്യം പറയട്ടെ. വാമേ പോവാം. തള്ളേ, ഈ കുന്നില് പോലീസ് ഏമാമാര് കുറെ വന്നിട്ടുണ്ട്. ഇവിടത്തേക്ക് വേണ്ടാത്തവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. മോന്റെ പോലീസ് കളി അത്ര നന്നല്ല. ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി തല്ല, പുലിമുറ്റത്തെ മക്കള് ഗോതമ്പുണ്ട് തിന്നുന്ന സ്വപ്നം കാണാൻ. തിരിച്ച് നാട്ടിൽ പോകുമ്പോ തള്ളക്ക് ഒറ്റയ്ക്ക് പോയാൽ മതിയോ? പുന്നാര മോനെയും കൊണ്ടോട്ടെ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? വെട്ടി തുണ്ടം തുണ്ടാക്കിയിട്ട് പുല്ലൂരാൻ ചോലയിൽ മീനിനെ തിന്നാനിട്ട് കൊടുക്കും. പോയി പറഞ്ഞേക്ക്. തോന്നിയാസം കാണിച്ചാലോ മോനെ ഒന്നുകളെ ഞാൻ അങ്ങോട്ട് കയറാൻ. അമ്മ കയറ്.